हिंदू धर्म में साफ लिखा है, सत्य के साथ खड़ा होना चाहिए। पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है। बीजेपी को आपको नहीं, नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है। 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉറച്ച ശബ്ദമാണ് പാർലമെന്റിൽ നിന്ന് ഇന്ന് കേട്ടത്. 10 വർഷത്തിനിടെ പരിചിതമല്ലാത്തിരുന്ന കാഴ്ച. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ കന്നിപ്രസംഗം. ഇന്ത്യൻ ആശയം ആക്രമിക്കപ്പെട്ടെന്നും അതിന് അയോധ്യ തന്നെ ബിജെപിക്ക് മറുപടി നൽകിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നീറ്റ് ക്രമക്കേട്, അഗ്നിവീർ, മണിപ്പൂർ, കർഷക അവഗണന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം. നരേന്ദ്രമോദി സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുള്ള പ്രസംഗം. മോദിക്ക് മാത്രമല്ല അമിത്ഷായ്ക്കും കിരൺ റിജ്ജുവിനും രാജ്നാഥ് സിംഗിനും വരെ രാഹുലിന്റെ വിമർശന ശരങ്ങൾ ഏൽക്കേണ്ടി വന്നു. സഭയിൽ പ്രതിരോധത്തിലാകുന്ന ഭരണപക്ഷത്തെ ഇന്ന് കണ്ടു. രാഹുലിന്റെ വിമർശനത്തെയും പരിഹാസത്തെയും ചെറുക്കാൻ ഭരണപക്ഷ എംപിമാർ ഒന്നടങ്കം രംഗത്തെത്തി. അമിത്ഷാ മുതൽ രാജ്നാഥ് സിംഗ് വരെ മാറി മാറി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാട്ടിയ രാഹുൽ പിന്നീട് പ്രസംഗത്തിനിടെ ദൈവങ്ങളുടെ ചിത്രങ്ങളും ഉയർത്തിക്കാട്ടി. മതമൈത്രിയെക്കുറിച്ച് സംസാരിക്കാൻ ബിജെപിക്ക് അവകാശമില്ലെന്ന് ആരോപിച്ചായിരുന്നു രാഹുൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയത്. ശിവൻ, ക്രിസ്തു, ഇസ്ലാമിക മതചിഹ്നം, ഗുരുനാനാക്കിന്റെ ചിത്രം എന്നിവയാണ് രാഹുൽ ഉയർത്തിക്കാട്ടിയത്. ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയുള്ള രാഹുലിന്റെ പ്രസംഗം ബിജെപിയെ ചൊടിപ്പിച്ചു. ഹിന്ദുവെന്ന് പറഞ്ഞ് ചിലർ ആക്രമണത്തെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നതെന്ന് രാഹുലിന്റെ പരാമർശം ഉണ്ടായിരുന്നു. അതിനെ എതിർത്ത മോദിയും അമിത്ഷായും ബിജെപി അംഗങ്ങളും രംഗത്തെത്തി. ഹിന്ദുക്കളെ ആക്രമികളെന്ന് രാഹുൽ വിളിച്ചതും അത് ഗൗരവതരമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പാബ്ലോ നെരൂദയുടെ വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന വിഖ്യാത വരികളുമായി പിന്നാലെ മഹുവ മൊയ്ത്രയും എത്തി. മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു മഹുവയുടെ വിമർശനം. മഹുവ പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭ വിട്ടു. സർ, എന്നെ കൂടി കേട്ടിട്ട് പോകൂ എന്ന് പരിഹസിച്ചു മഹുവ. 17ാം ലോക്സഭയിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട മഹുവ അടുത്ത ലോക്സഭയിലും താൻ ഉണ്ടാകുമെന്ന ബിജെപിയെ വെല്ലുവിളിച്ചായിരുന്നു പാർലമെന്റ് വിട്ടത്. ലോക്സഭയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലും ഉറച്ച ശബ്ദങ്ങൾ കേട്ടു. പാർലമെന്റിൽ ചോദിക്കാൻ ആള് വന്നിരിക്കുന്നു. ധനസുമോർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 10 വർഷമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതിരുന്ന ഒരു കോൺഗ്രസിനെയാണ് നാം കണ്ടത്. അതായത് സാധാരണ അംഗബലത്തിൻ്റെ ഒരു 10-1 അംഗങ്ങളെങ്കിലും പ്രതിപക്ഷത്ത് നിരയിലുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ ലഭിക്കുന്ന സമയവും പ്രസംഗിക്കാൻ ലഭിക്കുന്ന സമയവും വളരെ കുറവായിരുന്നു. കാരണം മൊത്തത്തിൽ ഒരു അംഗങ്ങളുടെ എത്ര ശതമാനമാണ് അംഗങ്ങളുള്ളത് ആ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിക്കാൻ കിട്ടിയിരുന്നത്. 2014 കൂടുതൽ 2014 282 അംഗങ്ങളുണ്ടായിരുന്നെങ്കിൽ 2019 ആയപ്പോൾ 303 അംഗങ്ങളുമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തന്നെ ബിജെപിക്ക് ഉണ്ടായിരുന്നതിനാൽ ബിജെപി അംഗങ്ങൾ സംസാരിക്കുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ മോദി വിളിയോടുകൂടി തന്നെയായിരുന്നു പ്രതിപക്ഷത്തെ പലപ്പോഴും അടിച്ചിരുത്തിയിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ തന്നെ സഭാകക്ഷി നേതാവിനെയായിരുന്നു ആദ്യ 2014 മല്ലികാർജ്ജുന ഖാർഗെയും 2019 ആയപ്പോൾ ആ സമയത്ത് അധീർ രഞ്ജൻ ചൗധരിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം 99 അംഗങ്ങളുമായി കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നതോടെ കോൺഗ്രസിന് ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുകയാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് 1 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ള സമയം തന്നെ പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ അദ്ദേഹം നേരത്തെ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണോ കൃത്യമായി പ്രസംഗിച്ചിരുന്നത് അതെല്ലാം അക്കമിട്ട് നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. അതായത് അഗ്നിവീർ പദ്ധതിയെ ചോദ്യം ചെയ്തു. അഗ്നിവീർ പദ്ധതി എന്ന് പറയുന്നത് സേനയുടെ പദ്ധതിയല്ലെന്നും അത് മോദിയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞു. മണിപ്പൂരിനെ കുറിച്ച് എന്തുകൊണ്ട് മോദി ഇതുവരെ സംസാരിച്ചിട്ടില്ല, അദ്ദേഹം ഇതുവരെ അവിടെ പോയില്ല എന്നുള്ള കാര്യം മോദിയുടെ മുഖത്ത് നോക്കി ഇന്ന് ചോദിക്കുകയായിരുന്നു ചെയ്തത്. ഇതുകൂടാതെ 700 കർഷക പ്രക്ഷോഭത്തിൽ മരിച്ചു വീണ അവർ രക്തസാക്ഷികളായവരാണ്. പക്ഷേ അവരെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നുള്ള കാര്യം ചോദിച്ചു. മാത്രമല്ല താങ്ങുവില
ഈ താങ്ങുവില കർഷകർക്ക് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എഴുന്നേറ്റത് കൃഷി മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴുള്ള രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി എങ്കിൽ പിന്നെ ഈ താങ്ങുവില എന്നുള്ളത് നിങ്ങൾ നിയമപരമായി നടപ്പാക്കൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് സാധാരണ നിഷികാന്ത് ദുബൈയെ പോലുള്ള ഒരു രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ ഉള്ള നേതാക്കന്മാരാണ് രാഹുൽ ഗാന്ധിയെ നേരിടുമെങ്കിൽ ഇന്നത്തെ ഒരു പ്രസംഗത്തിൽ മാത്രം നേരിടാനായി 8 മന്ത്രിമാരാണ്. അത് തന്നെയാണ് ഇന്ന് വലിയ പ്രതിരോധമാണ് നേരിടേണ്ടി വന്നത്. അത് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും രാജ്യസഭയിലും ലോക്സഭയിലും കാര്യങ്ങൾ ഭരണപക്ഷത്തിന് അത്ര എളുപ്പമാവില്ല. കാരണം ഉറച്ച ഒരു പ്രതിപക്ഷ ശബ്ദം പാർലമെന്റിലുണ്ട്. അടുത്ത